Everybody in this state has to honor the efforts of the people who have taken and the practices that they have imparted in us. They must be really great souls, and we all of are very much grateful to them, and we pay our homage to all of them. If we do not have this samskar, then why to blame our children? But Bala Gokulam has imparted, has taught, has preached and practiced. All the families in the state. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നമ്മുടെ ഗവർണറാണ്. അദ്ദേഹം ഇപ്പം സംസാരിച്ച വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഗുരുപാദ പൂജ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേര് എതിർപ്പ് പറയുന്നുണ്ട്, അനിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇതിനകത്തുള്ള യുക്തിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഗുരുപാദ പൂജ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മഹത്തരമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് വാദിക്കുന്ന കുറെ പേര് അപ്പുറത്തുണ്ട്. എന്തായാലും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഭാരതീയ സങ്കല്പം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ടുള്ള യുക്തിശൂന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്താന്ന് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശൈലജ ടീച്ചർ, മുൻ മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് ഗുരുപാദ പൂജയെ കുറിച്ച് അവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച നടപടി ശരിയല്ല. മുതിർന്നവരെ പോലെ തന്നെ വ്യക്തിത്വവും അവകാശവും ഉള്ളവരാണ് കുട്ടികളും. അവരിൽ ശാസ്ത്രബോധവും സാമൂഹ്യ ഉത്തരവാദിത്വവും വളർത്തിയെടുത്തുകൊണ്ടാണ് നാളെയുടെ നല്ല പൗരന്മാരായി വാർത്തെടുക്കേണ്ടത്. ഈ ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്കും പറയാനുള്ളത്. ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് അടിമകളാക്കി മാറ്റുക, അടിമത്തം പഠിപ്പിക്കുക, കുട്ടികളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിക്ക് പാദപൂജ ചെയ്യിപ്പിക്കുക, ഇതിനോടൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല. ഈ പാദപൂജ എന്ന് പറയുന്ന സംഭവം പണ്ട് ചെറുപ്പത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്. അതായത് ഞാനും ഈ പറയുന്ന പോലെ RSSന് കീഴിലായിട്ട് വരുന്ന വിദ്യാനികേതന്റെ സ്കൂളിലായിരുന്നു ഒരു 5ാം ക്ലാസ് വരെ, LKG തൊട്ട് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. സോ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതുപോലെ ഭാരതീയ സങ്കല്പം എന്നും പറഞ്ഞ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. സോ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും അവിടെ പഠിപ്പിക്കും, പല മണ്ടത്തരങ്ങളും പറയും. സത്യം പറഞ്ഞാൽ ഈ എട്ടും പൊട്ടും അറിയാത്ത കുട്ടികൾ ഇതിനകത്ത് പോയി പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഗുരുപാദ പൂജ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ളത്, ഗുരുപൗർണമി ദിവസത്തിന് അന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും, ടീച്ചേഴ്സിന്റെ കാലിൽ പാലൊഴിപ്പിക്കുക, പൂക്കൾ ഇങ്ങനെ അർപ്പിക്കുക. നമ്മൾ ഈ കുറെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ മന്ത്രം ചൊല്ലി ഇങ്ങനെ അർപ്പിക്കുക. അപ്പൊ ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് സത്യം പറഞ്ഞാൽ നിർബന്ധിതമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ടീച്ചേഴ്സ് നമ്മളെ ഹാളിൽ കൊണ്ടിരുത്തും. ടീച്ചർ പോയിട്ട് ഒരു പാത്രത്തില് കാലൊക്കെ വെച്ചൊരു വലിയ പാത്രം മാറ്റി അതിൽ കാലൊക്കെ വെച്ചിരിക്കും. നമ്മൾ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക, പ്രാർത്ഥിക്കുക, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതാണ് സംഭവം. അപ്പൊ ഇപ്പൊ ആലോചിക്കുന്ന നേരത്തെ എനിക്ക് ചിരി വരും. കാരണം ആക്ച്വലി ഇവരൊക്കെ വെറും മനുഷ്യന്മാരാണ്, വെറും സാധാ മനുഷ്യന്മാർ. അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടുപോയിട്ടാണ് ഈ പറയുന്ന ദൈവതുല്യരായിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ഈ പറയുന്ന പാദപൂജക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഭാരതീയ സങ്കല്പം അനുസരിച്ച് അധ്യാപകർ എന്ന് പറയുന്നത് പൂജനീയമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്നവരാണെന്നാണ്. അതായത് ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു എന്ന് പറയും. ദൈവമാണ് അല്ലെങ്കിൽ ദൈവതുല്യരാണ് അധ്യാപകർ എന്നാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കി തരുന്നതും. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി മുട്ടുകുത്തിയിരുന്ന് ആ അനുഗ്രഹം ഏറ്റുവാങ്ങും. ഇത് മാത്രല്ല, അവിടെ പിന്നെയും കുറെ കോമഡികളുണ്ട്. നമ്മുടെ അടുത്ത് പണ്ടൊക്കെ പറയായിരുന്നു, നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ആരെങ്കിലും അറിയാണ്ട് നിങ്ങളൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കാലിൽ തൊട്ടിട്ട് നെറുകിൽ കൈ വെക്കുകയാണ്. അതായത് കുനിഞ്ഞു നിന്ന് കാലിൽ തൊട്ട് നെറ്റിയിൽ കൈയൊക്കെ ഇങ്ങനെ വെക്കുക. അതായത് ക്ഷമ ചോദിക്കുന്ന സംഭവമാണ് ഇവർ പഠിപ്പിക്കുന്നത്. ആക്ച്വലി ഒരു സോറി എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് തീർക്കേണ്ട കാര്യത്തെയാണ് ഇവർ ഇത്രയും മോശമായിട്ടുള്ള രീതിക്ക് ഭാരതീയ സങ്കല്പം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതായത് എല്ലാ വ്യക്തികൾക്കും ആത്മാഭിമാനം എന്ന് പറയുന്ന സംഭവമുണ്ട്. എല്ലാ വ്യക്തികൾക്കും, എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും നല്ല ആത്മാഭിമാനമുണ്ട്. ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സംഭവത്തെയാണ് ഇവർ ഇല്ലാണ്ടാക്കുന്നത്, അടിമത്തം പഠിപ്പിക്കുന്നത്, വിധേയത്വം പഠിപ്പിക്കുന്നത്. കുട്ടികളാകുമ്പോൾ അവർക്ക് അത് തിരിച്ചറിയാനുള്ള പ്രായം ഉണ്ടാവില്ല, എന്താണ് ശരി തെറ്റെന്ന് അവർക്ക് അറിയില്ല.
അപ്പൊ അവരുടെ അടുത്ത് തുടക്കം മുതലേ വിധേയത്വം പഠിപ്പിച്ച് മറ്റുള്ളവർ കാലിൽ വീഴാനും അവിടെ തൊട്ട് നമസ്കരിക്കാനൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ അങ്ങ് വിധേയരാക്കി മാറ്റുവാണ്. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ ഒരു സുപ്പീരിയർ ബീയിങ് എന്നുള്ള ഫീൽ ആയിരിക്കും ഈ അധ്യാപകർക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, കുട്ടികളുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു കസേര കെട്ടി ഇരുന്നിട്ട് ഒരു രാജാവിന്റെ ഭാവത്തിലിരിക്കുക, കുട്ടികൾ വന്നിട്ട് ഇവരുടെ കാലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക, കുട്ടികൾ പോയിട്ട് ഇവരുടെ കാലിലൊക്കെ വെള്ളമൊഴിക്കുക, അപ്പൊ ഈ അധ്യാപകർ പോയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുക. അവിടെ സുപ്പീരിയർ ബീയിങ് ആണ് നടക്കുന്നത്. ഭയങ്കര ഹൈ ഈഗോ ആണ് ഇവിടെ വർക്ക് ആവുന്നത്. മറിച്ച് കുട്ടികളുടെ അടുത്ത് ഒരു ഈഗോയും ഇല്ലാണ്ട് വളരെ നല്ല പെരുമാറ്റത്തോടു കൂടി അധ്യാപകർ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഈ ഒരു ആക്ടിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കും ആ ബന്ധം എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ കൊണ്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്യിപ്പിച്ചല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കേണ്ടത്. കുട്ടികളുടെ ഉള്ളിൽ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബഹുമാനം എന്ന് പറയുന്നതും ആദരവ് എന്ന് പറയുന്നതൊക്കെ. അത് അധ്യാപകരുടെ പ്രവൃത്തി മൂലം അധ്യാപകരുടെ പഠിപ്പിക്കൽ മൂലമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. അതല്ല ഇവിടെ ഇവർ നോക്കുന്നത്. വളരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ ദൈവങ്ങളാണെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഗവർണർ പോലും ഈ ഒരു വിഷയത്തിൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന വിദ്യാലയങ്ങളുടെ ഈ പറയുന്ന സങ്കല്പങ്ങളെയും അവര് മുൻപോട്ട് വെക്കുന്ന ഇത്തരം സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ്. ഇപ്പൊ ഗവർണർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഭാഗം കേൾപ്പിക്കാം. എതിർക്കുന്നവരെല്ലാം തന്നെ സംസ്കാരത്തെ കൂടി എതിർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, അതായത് ഈ എതിർക്കുന്നവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതും ഗവർണർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ മണ്ണിന്റെയും രാജ്യത്തിന്റെയും സംസ്കാരമാണത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറന്നാൽ നമ്മുടെ ആത്മാവിനെ മറക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ലെന്നും ശരിയായ സംസ്കാരം പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടി വരിക എന്നുള്ള ചില സൂചനകളും അല്ലെങ്കിൽ പരാമർശങ്ങളും അദ്ദേഹം ഓക്കെ, സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയാണ് ഇത് ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരിക്കലും വിധേയത്വം പഠിപ്പിക്കരുത്. കുട്ടികൾക്ക് വളരെ സ്വാഭാവികമായിട്ടാണ് ബഹുമാനം വരേണ്ടത്. വളരെ നോർമലായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കരുത്. മാത്രമല്ല കുട്ടികൾക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണെന്നും തീരുമാനിക്കാനോ അറിയാനോ ഉള്ള പ്രായമായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ആ ഒരു പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരുന്ന കാലമാകുമ്പോഴേക്കും കുട്ടികളുടെ ഉള്ളിൽ വളരെ സ്വാഭാവികമായിട്ട് അടിമത്ത മനോഭാവം വരും. മറ്റുള്ളവരുടെ കാലുകൾ വീഴണമെന്നും മറ്റുള്ളവരുടെ കാല് നക്കി പഠിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരെ കുട്ടികളെ ചെന്നെത്തും. അപ്പൊ ഭാരതീയ സങ്കല്പം എന്നും പറഞ്ഞ് ഇമാതിരി മണ്ടത്തരങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഭാരതീയ സങ്കല്പമായിട്ട്. എത്രയോ മണ്ടത്തരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സങ്കല്പം എന്നും ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാല് തൊട്ടും കാല് പിടിച്ചൊക്കെ അതിനെ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സോ ഈ സംഭവത്തോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പുണ്ട്. ഗവർണർ എന്ത് പാരമ്പര്യം പറഞ്ഞാലും സംസ്കാരം പറഞ്ഞാലും ഒരു വിദ്യാനികേതന്റെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു മുൻ വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പഠിപ്പിച്ച കാര്യങ്ങളിലെ മണ്ടത്തരങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാം പോട്ടെ, നമ്മൾ ഈ സ്കൂളിൽ പോയിട്ട് ദൈവതുല്യരായിട്ട് കണ്ടിട്ട് കാല് കഴുകുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇതുങ്ങളുടെ ഒക്കെ സ്വഭാവം എന്താണെന്ന് നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ പോയിട്ട് ചോദിച്ചറിയാൻ പറ്റും. തെണ്ടിത്തരമുള്ള സ്വഭാവമായിരിക്കും. 5 പൈസയ്ക്ക് കൊള്ളില്ലാത്ത സ്വഭാവങ്ങളായിരിക്കും. നല്ല സൈക്കോസ് ആയിരിക്കും. ഇതുങ്ങളൊക്കെയാണ് നമ്മൾ പോയിട്ട് കാൽ തൊട്ട് ഈ പൂജിക്കുന്നത്. അതായത് എല്ലാവരും മനുഷ്യരാണ്, ആരും ദൈവങ്ങളല്ല. എല്ലാ നെഗറ്റീവ്സും എല്ലാ പോസിറ്റീവ്സും ഉള്ള മനുഷ്യരാണ്. ഈ മനുഷ്യന്മാരെ ദൈവങ്ങളാണെന്നും പറഞ്ഞ് ചെറിയ കുട്ടികളെ പറ്റിക്കുന്ന രീതിയും കുട്ടികളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന ഇത്തരം രീതികളൊക്കെ മാറ്റി വെക്കുക. നമ്മളൊക്കെ ശാസ്ത്ര യുഗത്തിലാണ് ജീവിക്കുന്നത്. അത്തരമൊരു യുഗത്തിൽ ജീവിച്ചുകൊണ്ട് വളരെ പ്രാചീനമായിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങളെ കൂട്ടുപിടിച്ചിട്ട് പ്രാചീന കാലത്തേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവര് പറ്റാവുന്നിടത്തോളം ഇതിനെ എതിർക്കുക എന്നാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്.